അടുത്തത് ഹാ, അതായത് നമ്മൾ നേരത്തെ ഹാ എഴുതിയതിൻ്റെ മുകളിൽ കുത്തുവരുന്ന ഒരു രീതിയാണ്. ഇത് ഉച്ചരിക്കേണ്ടത് ഹ ഹ എന്നാണ്. അതായത് ഹ എന്ന് പറയുമ്പോൾ നമ്മൾ തൊണ്ടയിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദത്തോടു കൂടി വേണം ഇത് ഉച്ചരിക്കാൻ. അതായത് ഹ ഹ ഹ, നമ്മളൊന്ന് വളരെ തൊണ്ടയിൽ നിന്ന് സ്ട്രെസ് ചെയ്തെടുക്കുന്ന പോലെ. അതായത് ഹ എന്ന് സിമ്പിൾ ആയിട്ടല്ല, ഹ ഹ. അപ്പോൾ ഹ ആണ് ഇത്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു മലയാളം ലെറ്റർ ഇല്ല. നമുക്ക് വേണമെങ്കിൽ അതിന് ഇങ്ങനെ എഴുതാം. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല ഇതിന്റെ ഉച്ചാരണം വരിക. അതുകൊണ്ടാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഹ ഹ. ഇത് മലയാളത്തിൽ വായിക്കുമ്പോൾ ഖ എന്നാണ് വായിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ഖ അല്ല ഇത്. ഹ ഹ ഹ. ഓക്കെ, അപ്പൊ ഇതിന് ഉച്ചരിക്കേണ്ടത് ഹ എന്നാണ്. ഒന്നുകൂടെ എഴുതാം. ഹ ഹ. അടുത്തത് ദാല്. ദാൽ. ദാല് വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ദാല്. ഇത് ഉച്ചരിക്കേണ്ടത് ദാൽ. ദ എന്ന ശബ്ദത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദാല് എന്നാണ് ഇതിനെ പറയാം. ഒന്നുകൂടെ എഴുതാം. ദ ദാല്. ദാല് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അടുത്തത് നമ്മളിപ്പോൾ ദാൽ എഴുതിയ പോലെ തന്നെ മുകളിൽ കുത്തുള്ള ഒരു അക്ഷരമാണ്. നമ്മൾ ദാൽ എഴുതിയ പോലെയാണ്. പക്ഷെ ഇത് ഉച്ചരിക്കേണ്ടത് ദാൽ എഴുതിയ പോലെ തന്നെയാണ്. പക്ഷെ ഇത് ദാന്റെ ഇടയിൽ നമുക്കൊരു എയർ പോകുന്ന രീതിയിൽ വരണം. അതായത് ദാല് ദ ദ ദ. ദ എന്ന് പൂർണ്ണമായി പറയുന്നതിന് പകരം ദ എന്ന് പറയുമ്പോൾ അതിന്റെ നാവിന്റെ ഇടയിലൂടെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യണം? എയർ പോകുന്ന പോലെ. അതായത് ദ ദ ദാല് ധാല്. ധ എന്ന സൗണ്ട്, ദ എന്ന സൗണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ദാന്റെ അടിയിലൂടെ ഒരു എയർ പോകുന്ന രീതിയിൽ വേണം ഉച്ചരിക്കാൻ. അത് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ്? ദ ദ ദ. അപ്പോ ഒന്നുകൂടെ എഴുതാം. ദാൽ എഴുതിയിട്ട് മേലെ കുത്ത്. ദ ദാല്.